മുരിയാട് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയെ കാണാനെത്തിയ ആളുകൾ ആദ്യമൊന്ന് അമ്പരന്നു. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആളെ പിടികിട്ടിയത്. അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് മുകുന്ദൻ മാവേലിയുടെ വേഷത്തിലാണ്. അതും അവധി ദിനത്തിൽ ക്ഷേമ തൽപരനായി. പഞ്ചായത്തിലെ ഓണാഘോഷത്തിൽ മാവേലിയായി വേഷമിട്ട മനോജ് അന്ന് മുഴുവൻ ഓഫീസിലെ ജോലി ചെയ്തത് ഇതേ വേഷത്തിൽ. ഒരു ഓണത്തിൻ്റെ ഓർമ്മകൾ എല്ലാവരിലും ഉണർത്തുക, ഒരു സന്തോഷം പകരുക, കുറെ നല്ല നാളുകൾ ഉണ്ടായിരുന്നു, അതിനിയും തിരിച്ചു വരുമെന്ന് എല്ലാവർക്കും ഒരു ഉറപ്പ് കൊടുക്കുക. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് നീങ്ങുന്ന ഒരു ഓണ നാളുകളാണ് കഴിഞ്ഞ 18 വർഷമായിട്ട്. അവധി ദിനത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകൾ നടത്താനും എത്തിയവരുടെ തിരക്കായിരുന്നു പരിഹരിച്ചത്. പഞ്ചായത്തിൽ വന്നവരൊക്കെ കൗതുകത്തോടെയാണ് മഹാബലിയെ കണ്ടത്. അപേക്ഷയുടെ ആവശ്യങ്ങൾ വേഗം തീർത്ത് ഓണാശംസകളും നേർന്നാണ് വന്നവരെ മാവേലി മടക്കിയത്. ജീവിതത്തിൻ്റെ ഭാരം കൂടുതലായതാണ് ഒരു പക്ഷേ മാവേലി എന്ന ഒരു റോളിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. 2007 കാലത്തൊക്കെ 120 കിലോഗ്രാമുള്ള ഒരു മാവേലിയായിരുന്നു. 2023 അത്ര തന്നെ, അതിൽ കൂടുതൽ ഭാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കൊല്ലം പുലിക്കളിക്ക് ഇറങ്ങി. ഇക്കൊല്ലം 90 കിലോ ഭാരമുള്ള മാവേലിയായിട്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത്. തൃശൂർ രാപ്പാൾ സ്വദേശിയായ മനോജ് ഓണക്കാലമായാൽ മാവേലിയേക്കാൾ വലിയ ഓണത്തിരക്കിലായിരിക്കും. അങ്ങ് ബംഗളൂരു വരെ മനോജിന്റെ മഹാബലിക്ക് ക്ഷണമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട് തത്സമയം. ശ്യാം, നമ്മൾ ഐതിഹ്യങ്ങളിലൊക്കെ കേട്ടിട്ടുള്ള മാവേലി പ്രജാക്ഷേമ തൽപരരാണ്. ഇവിടെ മനോജ് മാവേലിയും അങ്ങനെ വ്യത്യസ്തനാകുന്നത് മാവേലി വേഷം അണിഞ്ഞുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തിയിലെ കൂടിയാണ്. മാവേലിയുടെ പലതരത്തിലുള്ള വേഷങ്ങൾ ഇങ്ങനെ കണ്ടുവരികയാണ്. എന്തായാലും തൃശൂർ രാപ്പാൾ സ്വദേശിയായിട്ടുള്ള മനോജ് മുകുന്ദൻ, അദ്ദേഹം മുരിയാട് പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ഈ പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കെയാണ് ഈ മാവേലിയുടെ വേഷം കിട്ടിയതും. ഇക്കഴിഞ്ഞ ദിവസത്തെ അയ്യങ്കാളി ദിനം, ആ ദിവസം പൊതു അവധി ദിനമാണ്. ആ ദിവസമായിരുന്നു അവിടെ ഓണം ആഘോഷിച്ചത്. ഈ ആഘോഷ ചടങ്ങിനിടയിലാണ് തൻ്റെ ക്ഷേമ തൽപരനായിട്ട് അവിടെ ജോലിയെടുത്തത്. എന്തായാലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനും ഒക്കെ ആയിട്ട് കുറേയധികം ആളുകൾ ആ പഞ്ചായത്തിൽ വന്നിരുന്നു. അവരൊക്കെ ആദ്യം ഒന്ന് കണ്ടപ്പോൾ ഒന്ന് അമ്പരന്നു. ഇതിനെ മാവേലി കയറി അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ കസേരയിലിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒന്നുകൂടിയൊക്കെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഇത് ആ പഴയ അസിസ്റ്റൻറ്റ് സെക്രട്ടറി മാവേലി വേഷം കെട്ടിയതാണെന്ന് മനസ്സിലായത്. എന്തായാലും 1 മാസം മുമ്പാണ് അദ്ദേഹം മുരിയാട് പഞ്ചായത്ത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്നത്. അതിനു മുമ്പ് കാസർഗോഡായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പരിപാടികളിലൊക്കെ മാവേലിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് മനോജ് മുകുന്ദനെ കാണാൻ കഴിയും. പുലിക്കളിയിലുമൊക്കെ ഇദ്ദേഹം സജീവമായിട്ട് ഉള്ള ഒരാൾ കൂടിയാണ്. എന്തായാലും ഓണക്കാലത്ത് നിലവിൽ ഇപ്പോൾ മനോജ് മുകുന്ദൻ മാവേലിയേക്കാളും വലിയ തിരക്കിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ അദ്ദേഹം ഉള്ളത് ബംഗളൂരുവിലാണ്. ബംഗളൂരുവിലെ ഓണാഘോഷ ചടങ്ങുകളിൽ മാവേലി വേഷം കെട്ടി അങ്ങനെ ഓണാശംസകളും നേർന്ന് നടക്കുകയാണ്. എന്തായാലും ഓണം കഴിഞ്ഞാൽ പ്രജാക്ഷേമ തൽപരനായ മനോജ് മാവേലി എന്തായാലും അടിപൊളിയായിട്ടുണ്ട്.